ആദ്യം തന്നെ എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് അമൃത ടി വി വഴിയാണ്. അപ്പം എൻ്റെ ആയാലും മോളുടെ ആയാലും ഫസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പം നമ്മൾ ഈ 1 ഇയർ ജേർണി നമുക്ക് തന്നത് ഒരുപാട് ചേഞ്ചസ്, ഒത്തിരി റൗണ്ട്സ്, നമുക്ക് ഒരുപാട് പല എക്സ്പോഷറും നമുക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫിനാലയിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ മാത്രമല്ല അതിലുണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസും എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പം നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പം ഹാപ്പിയാണ്. ഇതിപ്പോൾ എത്ര വിവാദങ്ങൾ വന്നാലും എന്തായാലും നമുക്ക് കിട്ടിയത് ഒരു അച്ചീവ്മെൻ്റാണ്. അതിനകത്ത് എനിക്ക് എത്ര വിവാദം വന്നതെന്ന് പറഞ്ഞ് എനിക്ക് അതിനകത്തൊന്നും ഒരു വിഷയമേ അല്ല. നമുക്ക് കിട്ടിയ പ്രൈസ് നമുക്ക് തന്നെ ഉള്ള ഒരു എന്താ പറയുക, നമ്മുടെ എലിജിബിലിറ്റി, നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് കിട്ടിയ ഒരു അംഗീകാരമാണ്. അപ്പം എന്ത് വിവാദങ്ങൾ വന്നാലും അത് ഒരു വിഷയമല്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും ഹാപ്പിയാണ്. മോളും അമ്മയുടെ കൂടെ പെർഫോമൻസിനൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പെർഫോമൻസ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഈ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ചാനലിൽ നിന്ന് ഒരിക്കലും, ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് ഒരിക്കലും ഒരു പേയ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം നമ്മൾ കേട്ടിരുന്നു. വളരെയധികം ഒത്തിരി എക്സ്പെൻഡിച്ചർ ഇതിലേക്ക് വന്നിരുന്നു എന്ന് ഉള്ളൊരു കാര്യം നമ്മൾ കേട്ടിരുന്നു. അതിനെക്കുറിച്ച് എന്താണ്, നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ ഇത് ഒത്തിരി ബാധിച്ചിട്ടുണ്ടോ ഈ ഒരു ഷോ? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് തന്നെയാണ് എനിക്ക് നമ്മുടെ ഒരു കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ടാവും. ഞാനൊക്കെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാൻ, ഫാമിലിയുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു. ഞാനിങ്ങനെ ഒരു ഷോയും അങ്ങനെ ഒരു പരിപാടിയിലും ഞാൻ വന്നിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അമൃത ടി വി തന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ഓഡീഷൻ വഴിയാണ് നമ്മൾ സെലക്ട് ആയത്. അപ്പോൾ അതുവഴി നമുക്കൊരു എക്സ്പോഷർ തന്നത് അമൃത ടി വി തന്നെയാണ്. അപ്പം അമൃത ടി വിയിൽ ആദ്യമേ തന്നെ നമ്മുടെ പ്രൈസ് മണിയും എല്ലാ കാര്യവും ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ചിലവാകുന്നതിനുപരി എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും എങ്ങനെ നന്നായിട്ട് ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിലാണ് എനിക്ക് അതിനകത്തൊരു പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന നോക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനൊരു വാല്യൂ ഇല്ലല്ലോ. കാശ് ചിലവാകുന്നത് നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്ന ആദ്യം നമ്മൾ തന്നെ അത് ചൂസ് ചെയ്യണം. ഇപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ മീൻസ് അങ്ങനെ മീൻസ് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എത്രയാവുന്നുണ്ട്, അതൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, നമുക്ക് തന്നെ അറിയാൻ പറ്റും എത്രയാണ് ചിലവാകുന്നുണ്ടെന്ന്. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഫിനാലെ വരെ പോകണം, എനിക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ മാക്സിമം എനിക്ക് അതിനകത്ത് പെർഫോം ചെയ്യണം എന്നതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കാശ് നോക്കിയിട്ട് എനിക്ക് ഇത്രയും ചിലവാകുന്നു, അപ്പോൾ ക്വിറ്റ് ചെയ്യണം. എനിക്ക് പല അവസരങ്ങളിലും ക്വിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ട് പോലും എനിക്ക് ഈ സ്റ്റേജാണ് വലുത് എന്നുള്ള എൻ്റെ മൈൻഡാണ്, എനിക്കതായിരുന്നു ഇഷ്ടം. അത് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യും, എൻ്റെ ഒരു ഡ്രീമിനെ ഫോളോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു. അപ്പം അങ്ങനെ ഞാനിപ്പം കാശിന് വെച്ച് വിലയിരുത്തുവാണെങ്കിൽ അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ ഷോയുടെ ഗ്രാൻഡ് ഫിനാലയിൽ 5ാം സ്ഥാനം കിട്ടിയ കണ്ടസ്റ്റൻസ് ട്രോഫി വാങ്ങാതെ ഇറങ്ങിപ്പോയല്ലോ. ആ ഒരു എക്സ്പീരിയൻസ്, അപ്പോൾ ഉണ്ടായ ഫീലിങ്സ് എന്തായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ഇപ്പം അവർ അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ നന്നായിട്ട് എൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വിലയിരുത്തും, എന്താണ് എന്നൊക്കെയുള്ള വിലയിരുത്തും. അപ്പം ഇപ്പം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഓൺ സ്റ്റേജ് ചോദിക്കും. പക്ഷേ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിന് ഞാനത് സ്വീകരിക്കാതിരിക്കത്തില്ല. ഞാൻ ചോദിക്കും, എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, തുറന്ന് പറയും. ഇപ്പം എനിക്കത് റൈറ്റായിട്ട് തോന്നുന്നെങ്കിൽ അത് ഞാൻ പറയും. പക്ഷെ ഞാനത് സ്വീകരിക്കാതെ പോകത്തില്ല, അതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഒരാളുടെ ഒരു വ്യക്തിപരമായ ഒരു ചോയ്സാണ് അവിടെ എന്ത് പറയണമെന്നുള്ളത്. അപ്പം അതിന് അത് എനിക്കൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് സ്വീകരിക്കാതെ പോകത്തില്ലായിരുന്നു. അപ്പൊ അവര് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് വിദ്യ പറയുന്നത്. സ്വീകരിക്കാത്ത കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. സ്വീകരിക്കാതെ പോയത് എനിക്കും അതൊരു ഫീലിംഗ് വന്നു, അതെന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തതെന്ന്. പക്ഷെ ഒരാളുടെ അഭിപ്രായം തുറന്നു പറയുന്നതിനോട് നമുക്കൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്വീകരിക്കാതെ പോയതിൽ എന്താ പറയുന്നത്, ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്, എനിക്കൊക്കെ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പം സ്വീകരിക്കാതെ പോയതിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല.
ഈ സൂപ്പർ അമ്മയും മകളും എന്ന ഒരു ടൈറ്റിലോട് കൂടി ഈ ഷോ വന്നിട്ട്, പക്ഷെ അവസാനം വന്നിട്ട് ഇതെല്ലാം അളന്നത്, എല്ലാവരും ഡാൻസ് പഠിച്ചവരാണ് വന്നിട്ട് പിന്നെ എല്ലാം അളന്നതും ഡാൻസിനെ മാത്രം മെയിൻ ആക്കി വെച്ചിട്ടാണ് എന്നുള്ളൊരു ആരോപണം വന്നിരുന്നു. ഒരു ഡാൻസ് റിയാലിറ്റി ഷോ പോലെ തന്നെയാണ് അവസാനം അതിനെ വെച്ചിട്ടാണ് കഴിവുകളെ അളന്നത് എന്നുള്ളൊരു ആരോപണം വന്നിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് എനിക്ക് കംപ്ലീറ്റ് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു സൂപ്പർ ഡാൻസർ ഷോ ആയിരുന്നെങ്കിൽ ടോപ്പ് 5 കണ്ടസ്റ്റൻസിൽ ഡാൻസ് അറിയാത്ത ഒരു ടോപ്പ് 5 കണ്ടസ്റ്റൻസിൽ വരത്തേയില്ല. ഇതൊരു ഡാൻസ് ബേസ് ചെയ്തിട്ടുള്ള റിയാലിറ്റി ഷോ ആയിരുന്നെങ്കിൽ അത് നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ടോപ്പ് 5 കണ്ടസ്റ്റൻസ് എല്ലാവരും ഡാൻസ് അറിയുന്നവരുണ്ടായിരിക്കണം. അപ്പം അതെനിക്ക് ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ ശരിക്കും പല വിധത്തിലുള്ള റൗണ്ട്സ് ഉണ്ടായിരുന്നു. ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് ഔട്ട്ഡോർ ടാസ്ക് ഉണ്ടായിരുന്നു, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു, എക്സ്പ്രഷൻ റൗണ്ട് ഉണ്ടായിരുന്നു, കോമഡി റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ കോമഡി റൗണ്ടിൽ പോലും നമുക്ക് ഡാൻസ് അറിയാന്നുള്ളവർ ഡാൻസ് വഴി, ഇപ്പം ഞാനും മോളും ചെയ്തത് ഡാൻസ് വഴി കോമഡി ചെയ്തു. കാരണം നമുക്ക് ഇപ്പം ഞാനെന്ന് പറയുന്ന ആൾ ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ ഡാൻസിൻ്റെ ഉള്ളിൻ്റെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ അല്ല, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. അപ്പം പക്ഷെ എനിക്ക് ഡാൻസ് വഴി എനിക്ക് എൻ്റെ കോമഡി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റൗണ്ട് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നത് കോമഡി വഴിയാണ്. പക്ഷെ 5ാം സ്ഥാനം കിട്ടിയ ആളുകൾ പറയുന്നത് അവർക്ക് ഡാൻസ് അറിയില്ലാത്തത് കൊണ്ടാണ് 5ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്, നിങ്ങൾക്ക് ഡാൻസ് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ 1ാം സ്ഥാനത്തിന് അർഹരായത് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വേറെ ആരെയും ഹേർട്ട് ചെയ്യാനോ അവർ പറഞ്ഞതിനെ കുറിച്ച് തിരുത്തി പറയാനോ അല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഫിനാലെ പെർഫോമൻസിൽ 3 റൗണ്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ഗ്രൂപ്പ് പെർഫോമൻസ്, പിന്നത് നമ്മുടെ സ്ട്രെങ്ത് കാണിക്കുന്ന റൗണ്ട്, 3rd റൗണ്ട് ആറ്റിറ്റ്യൂഡ് റൗണ്ട്. ഈ 3 പെർഫോമൻസിൻ്റെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് സതീഷ് സാറ്, പ്രോഗ്രാം ഡയറക്ടർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് പെർഫോമൻസ് റൗണ്ടാണ്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഡാൻസിൻ്റെ നമുക്ക് ഗ്രൂപ്പിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് വിലയിരുത്തുന്നത്.